സമീർ, താങ്കൾ നിൽക്കുന്ന സ്ഥലത്ത് എങ്ങനെയാണ് അവസ്ഥ? തീ നിയന്ത്രണ വിധേയമാകുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? SKN തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. അതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ആദ്യഘട്ടത്തിൽ പുറത്ത് നിന്നുകൊണ്ട് വെള്ളം പമ്പ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തേക്ക് കാര്യമായ രീതിയിൽ വെള്ളം പമ്പ് ചെയ്ത് എത്തിയില്ല. ഈ സൈഡിലൊക്കെ തന്നെ ഷീറ്റുകളാണ്, അലുമിനിയം ഷീറ്റുകളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് കൂടുതൽ വെള്ളം എത്തിയില്ല. ആ പമ്പ് ചെയ്യുന്ന വെള്ളമൊക്കെ ആ ഷീറ്റിൽ തട്ടിക്കൊണ്ട് പുറത്തേക്ക് പോരുന്നു. അതുകൊണ്ട് തന്നെ തീ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ലാഡറുകൾ കൊണ്ടുവന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് മുകളിലേക്ക് കയറുകയും സൈഡിലുള്ള ആ ഷീറ്റുകളെല്ലാം നീക്കി അതിനകത്തേക്ക് വെള്ളം പമ്പ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ആ വിധത്തിലാണ് ഇപ്പോൾ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആദ്യം തീപിടുത്തം ഉണ്ടായ ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ ഭാഗത്ത് നിന്ന് തീപിടുത്തം ഉണ്ടായ ആദ്യ ഭാഗത്തെ തീ കെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ ഭാഗത്തുള്ളത് വലതു ഭാഗത്ത് ആയിക്കൊണ്ടും അതുപോലെ മധ്യഭാഗത്തായിട്ടുമുള്ള തീ കെടുത്താൻ ലഭിക്കുന്ന ലേറ്റസ്റ്റ് ദൃശ്യങ്ങൾ അനുസരിച്ച് ഇപ്പോഴും തീജ്വാലകൾ ഉയർന്നു പൊങ്ങുകയാണ്. അപ്പോൾ ഈ തീജ്വാലകൾ കെടുത്താനുള്ള ഫയർഫോഴ്സിൻ്റെ ശ്രമങ്ങൾ, തീവ്രമായ ശ്രമം അവർ ഇത്രയധികം മണിക്കൂറുകൾ നടത്തിയിട്ടും നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല എന്നുള്ള ലക്ഷണമാണ് നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയുന്നത്. ഇപ്പോഴുള്ള യഥാർത്ഥ അവസ്ഥ എന്താണ്? കുറച്ചെങ്കിലും തീ നിയന്ത്രണ വിധേയമായി എന്ന് നമുക്ക് പ്രേക്ഷകരോട് പറയാൻ കഴിയുമോ? സാദിഖ് അലി തങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. സാദിഖ് അലി തങ്ങൾ സംസാരിക്കും. വലിയ പ്രതിസന്ധിയാണ് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം. കോഴിക്കോടിൻ്റെ ഓർമ്മയിൽ തന്നെ ഇങ്ങനെയൊന്ന് നമുക്കതിനെ ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നില്ല. ഏതായാലും ഈ വലിയ ദുരന്തം വളരെ വേദനാജനകമാണ്. ഒരുപാട് പേരുടെ ജീവനോപാധിയാണ് ഇപ്പോൾ ഇവിടെ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അതിനെ അതിജീവിക്കാൻ അവർക്ക് കഴിവുണ്ടാവട്ടെ. നമുക്ക് ഒറ്റക്കെട്ടായിട്ട് ഇതിനെ നേരിടാം. ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും ഒക്കെ തന്നെ ആ ഒരു നിലയ്ക്ക് തന്നെ ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അവരോടൊപ്പം ചേർന്നുകൊണ്ട് നമുക്കിതിനെ തരണം ചെയ്യാം. ആളപായമില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസം. കാരണം കട അടഞ്ഞു കിടന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ നൂറുകണക്കിന് ജീവനക്കാരുണ്ടാകുമായിരുന്നു. തീർച്ചയായിട്ടും ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് അവധി ദിവസമാണല്ലോ, അതുകൊണ്ടായിരിക്കാം തൊഴിലാളികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു വലിയ രക്ഷപ്പെടലാണ് നമുക്കിവിടെ ഉണ്ടായിട്ടുള്ളത്. SKN സാദിഖ് അലി തങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞത്, ഇത് ആളപായം ഒഴിവായത് ഒരുപക്ഷെ ഈ അടഞ്ഞു കിടന്ന കടയായതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആളപായം ഉണ്ടാകേണ്ടതായിരുന്നു പ്രവർത്തിക്കുന്ന സമയമാണെങ്കിൽ. മാത്രവുമല്ല, ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ കാര്യത്തിൽ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, വെള്ളം അകത്തേക്ക് ചീറ്റിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ സുരക്ഷാ സംവിധാനങ്ങൾ അത്രമേൽ ഇല്ലായിരുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഫയർ സേഫ്റ്റി മെക്കാനിസം ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ കൺസീൽഡ് ആയ കവറുകൾ, ആ കെട്ടിടത്തിൻ്റെ ഈ മെറ്റാലിക് കവറുകളെ പൊളിച്ചുകൊണ്ട് ഇപ്പോൾ അകത്തേക്ക് വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുകയാണ്. SKN. ഓക്കെ, ദീപക് തർമ്മണമാണ് വിവരങ്ങൾ നൽകിയത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതുപോലെ ഇന്നൊരു പൊതു അവധി ദിവസമായതുകൊണ്ട് കടകൾ പൂർണ്ണമായും ഏകദേശം അടഞ്ഞു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ജീവനക്കാരില്ലായിരുന്നു. അതേസമയം ഒരുപാട് ആൾക്കാരുടെ ജീവന ഉപാധി കത്തിയമർന്നു എന്ന് വേണമെങ്കിൽ പറയാം. കോടികളുടെ നഷ്ടമായിരിക്കും ഈ തീപിടുത്തം മൂലം ഉണ്ടായിരിക്കുന്നത്. സമീർ സി മുഹമ്മദ് കൂടി നമുക്കൊപ്പം ചേരുന്നു. സമീർ, ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങൾ എന്താണ്? കേൾക്കുന്നുണ്ട് ദീപകനെ, പറയൂ. SKN, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, തീ നേരത്തെ കെടുത്തിയ മേഖലയിൽ കൂടി ഇപ്പോൾ തീ ആളിക്കത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് 4.5 മണിക്കൂറോളമായി ഈ അഗ്നിശമന സേനാ വിഭാഗങ്ങൾ, ജില്ലാ ഭരണകൂടം, ഒപ്പം പോലീസ് സംവിധാനങ്ങൾ എല്ലാം തന്നെ ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. മന്ത്രി ഉൾപ്പെടെ, ജില്ലയിൽ നിന്നുള്ള മന്ത്രി ഉൾപ്പെടെ. പക്ഷേ എന്നാൽ ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് SKN. ഇത് കൃത്യമായ കാരണം ഈ കെട്ടിടത്തിൻ്റെ ഫയർ സേഫ്റ്റി സിസ്റ്റം തീരെ ഉണ്ടായിരുന്നില്ല. അതായത് നിലവിലുള്ള കെട്ടിട നിർമ്മാണത്തിലെ ഈ അഗ്നിശമന സേനാ ചട്ടങ്ങളുണ്ട്, ആ ചട്ടങ്ങളൊന്നും പാലിക്കാതെയാണ് ഈ വലിയ ഗോഡൗൺ, അതായത് ഇതൊരു കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന ഒരു ടെക്സ്റ്റൈൽ ഹോൾസെയിൽ ഷോറൂമാണ്. ഇതിൻ്റെ റീറ്റെയിൽ ഷോറൂം മാത്രമാണ് ഇന്ന് പ്രവർത്തിച്ചത്. അവിടെ 30 ജീവനക്കാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഉടമ എന്നോട് തന്നെ പറഞ്ഞത്. അദ്ദേഹത്തോട് സംസാരിച്ച സമയത്ത് ഈ ഹോൾസെയിൽ മേഖലയിലാണ്, ഷോറൂമിലാണ് ആദ്യം തീ പിടിച്ചത്. അത് ആളിക്കത്തി പടരുകയായിരുന്നു. ആ സമയത്ത് തന്നെ റീറ്റെയിൽ ഷോറൂമിലുള്ള ജീവനക്കാർ മാറുകയും ഈ ഉടമസ്ഥൻ ഇവിടെ എത്തുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഈ തീ അണയ്ക്കാൻ ഇപ്പോഴും ഇത്രയും സംവിധാനങ്ങൾ ഇവിടെ എത്തിയിട്ടും, അതായത് എയർപോർട്ട് അതോറിറ്റിയുടെ ഏറ്റവും ശാസ്ത്ര സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചുള്ള അഗ്നിശമന ഉപകരണമാണ്. ആ സംവിധാനം പോലും, ജലപീരങ്കി പോലും ഉപയോഗിച്ചിട്ടും ഇപ്പോഴും അഗ്നിക്ക് ശമനമുണ്ടായിട്ടില്ല. SKN.
ദീപക് തർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. കെ ആർ ഗോപികൃഷ്ണൻ, ഇത്രയധികം സമയം 4:50 തീ പിടിച്ചു, തീ കത്തി പടർന്നു, അടുത്ത കെട്ടിടങ്ങളിലേക്ക് തീ പടർന്നു, ഗോഡൌൺ പൂർണ്ണമായും കത്തി നശിച്ചു, അടുത്ത മെഡിക്കൽ ഷോപ്പിലേക്ക് തീ പടർന്നു. ഇങ്ങനെയുള്ള ഏറ്റവും വലിയ ഒരു തീപിടുത്ത ദുരന്തമായി കോഴിക്കോട്ടെ തീപിടുത്തം മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ഗോപികൃഷ്ണൻ? ഇസ്കേൻ, ആളപായം ഉണ്ടായിട്ടില്ല എന്നൊരു ആശ്വാസം മാറ്റി നിർത്തി കഴിഞ്ഞാൽ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗത്ത് ഏറ്റവും അധികം ആളുകൾ തടിച്ചുകൂടാറുള്ള ഒരു പ്രദേശത്ത് തീപിടുത്തമുണ്ടായിട്ട് 3.5 മണിക്കൂർ പിന്നിടുമ്പോഴും ആ തീ അണയ്ക്കാൻ നമ്മുടെ അഗ്നിരക്ഷാ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ നേർസാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ. നമ്മുടെ പ്രതിനിധികൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ ഒരു സ്ഥലത്ത് തീ അണച്ചു എന്നതിൻ്റെ ആശ്വാസം വരുമ്പോൾ തൊട്ടടുത്ത നിമിഷം മറ്റൊരു ഭാഗത്ത് തീ ആളിപ്പടരുകയും അണച്ച ആ പ്രദേശത്ത് തന്നെ വീണ്ടും തീ പടരുന്നതുമാണ് നമ്മൾ കാണുന്നത്. ഇതിന് ഒരുപക്ഷെ ഒരു പ്രധാനപ്പെട്ട കാരണം വസ്ത്രവ്യാപാരശാലയുടെ ഗോഡൌണിനാണ് ആദ്യം തീപിടുത്തമുണ്ടായത്. വസ്ത്രങ്ങളായതുകൊണ്ട് തന്നെ, തുണിത്തരങ്ങളായതുകൊണ്ട് തന്നെ തീ അതിവേഗം മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുന്നത് കണ്ടു. നേരത്തെ തന്നെ വ്യാപാരികൾ ഉന്നയിച്ച ഒരു ആശങ്കയാണ് അവിടെ സിലിണ്ടറുകൾ ഉൾപ്പെടെ, ഗ്യാസ് സിലിണ്ടറുകൾ ഉൾപ്പെടെ ഉണ്ട്, അത് പൊട്ടിത്തെറിച്ച് തീ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ഭയപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ ഈ കെട്ടിടങ്ങൾക്കകത്ത് നിന്ന് പൊട്ടിത്തെറിയുടെ ശബ്ദങ്ങൾ കേട്ടിരുന്നു. മാത്രമല്ല തൊട്ടടുത്ത് തന്നെ മെഡിക്കൽ സ്റ്റോറുകളുണ്ട്, മരുന്നുകൾ വിൽക്കുന്ന ഇടങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവിടേക്കും തീ പടർന്നത് ഏറെക്കുറെ അവിടുത്തെ സ്വാഭാവികമായിട്ടും അവിടെ പല മരുന്നുകൾ ഉള്ളതാണ്. ഇതൊക്കെ കൂടുതൽ ഇടങ്ങളിലേക്ക് തീ പടരുന്നതിന് കാരണമായിട്ടുണ്ട്. ഇത്രയധികം അഗ്നിരക്ഷാ സേനകൾ എത്തിയിട്ടും എന്തുകൊണ്ടാണ് തീ അണയ്ക്കാൻ കഴിയാത്തത് എന്ന ചോദ്യത്തിന് നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഒരു ഒറ്റ ഉത്തരമേ ഉള്ളൂ: ഈ കെട്ടിടങ്ങൾക്ക് ഒരു ഫയർ സേഫ്റ്റി സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അതാണ് ഇപ്പോൾ കാണുന്നത് ഏറ്റവും വലിയ പ്രതിസന്ധിയായി അവർക്ക് മുന്നിൽ നിൽക്കുന്നത്.